ഹായ് നമസ്കാരം, വിഷ്ണു വലിയേട്ടിലാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അകത്തൊരു സാധനമുണ്ട്. അത് നമുക്ക് എങ്ങനെ വളരെ മനോഹരമായി വളരെ രുചികരമായി ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, ഇതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പത്രത്തിനകത്ത് എന്താണ് എന്നുള്ളത് നിങ്ങളിപ്പം പറ്റുമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഗസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തേരെ. എന്തൊക്കെ തട്ടിപ്പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പൊട്ടിച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ആ സാധനം ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ചോപ്പ് ചെയ്ത സവാള, അതുപോലെ ക്യാപ്സിക്കം, മഷ്റൂം, ബോയിൽ ചെയ്ത പൊട്ടറ്റോ ആണിത്. വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് ആവശ്യമുണ്ട്, പിന്നെ ഒറിഗാനോ ഗാർലിക് മിക്സിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ നേരെ സ്റ്റൗ കത്തിക്കുന്നു. ഒരു പാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചൂടാക്കാൻ വെക്കുക. ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നെയ്യോ ബട്ടറോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നെയ്യാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ കാണുന്ന പോലെ വെളുത്തുള്ളി അരിഞ്ഞത് നമ്മൾ കുറച്ചൊന്ന് കളറായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യുക. ഉള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക. അപ്പോൾ പച്ചമുളകും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മഷ്റൂം അതിലേക്ക് ഈ കാണുന്ന വലുപ്പത്തിൽ അരിഞ്ഞ മഷ്റൂം ഇടുക. അതിന് ശേഷം അതും ഒന്ന് കളറായതിന് ശേഷം വേണം ക്യാപ്സിക്കം ഇടാനൊക്കെ ഉണ്ട്. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റയാണ്, ഒരു ഹാഫ് ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റയാണ് കേട്ടോ. അതും കൂടെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഈ കാണുന്ന ഒരു അളവിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒറിഗാനോ മിക്സ് ഹെർബ് അത് കുറച്ച് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ടില്ല അതിനകത്ത്, അപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ എടുത്തതിന് ശേഷം ഈ കാണുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ, ഒരുപാട് എരിവാക്കണ്ട, കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം അടിച്ച് മാറ്റി വെച്ചേക്കുന്നത് മാത്രം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പാൻ എടുത്ത് ചെറുതായിട്ടൊന്ന് കറക്കി ഇത് അടിഭാഗം ഫുള്ള് അത് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കണം. അപ്പോഴത്തേക്ക് അടിഭാഗം ഫുള്ള് ഫില്ലാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് നേരെ തീയിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് ചീസ് കുറച്ച് ആഡ് ചെയ്താൽ മതി. കുറച്ച് ചീസും കൂടി ഇങ്ങനെ ഈ കാണുന്ന ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കുക. അത് ഒന്ന് സെറ്റായി ഒന്ന് സെറ്റായി വരുന്നത് നമുക്ക് കാണാം. അതിനുശേഷം അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഈ മുട്ടയുടെ മഞ്ഞ അടിച്ച് വെച്ചത് ചേർക്കുന്നുണ്ട്. മഞ്ഞ വീണ്ടും ഈ വെള്ള അടിച്ചതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പാൻ ഒന്ന് എടുത്ത് ഒന്ന് കറക്കുമ്പോഴത്തേക്ക് ഇത് ആ ഗ്യാപ്പുള്ളിടത്തെല്ലാം ഫില്ലാവുന്നതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കറക്കി ഫില്ലാക്കിയതിന് ശേഷം വീണ്ടും നമ്മളത് സ്റ്റൗവിലേക്ക് കറക്റ്റ് വെക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ചീസ് കുറച്ച് കൂടുതൽ ചീസ് ആഡ് ചെയ്യണം. നേരത്തെ ഇട്ടതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് ചീസ് ആഡ് ചെയ്യണം. അതിന് ശേഷം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇരിപ്പുണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ ഒറിഗാനോ മിക്സ് ഹെർബ് വീണ്ടും കുറച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ അതിന് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ കുരുമുളക് പൊടി കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇത് അടച്ചു വയ്ക്കുന്നു. അടച്ചു വെച്ച് അത് നമുക്ക് കാണാൻ വയ്യുന്നത് അത് വെന്തതൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആവും. അതിന് ശേഷം നമ്മൾ അതൊക്കെ പാനിൻ്റെ സൈഡ് നോക്കണം, അത് ഇളകി വരാനുള്ള സെറ്റപ്പിലാണെങ്കിൽ അങ്ങനെ ആക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് ഇതുപോലെ എടുത്ത് കമത്തി വെക്കുക. കമത്തി വെച്ചതിന് ശേഷം നമ്മൾ താഴെ പോവാതെ ഇങ്ങനെ ചരിച്ച് കമത്തി വെച്ചിട്ട് ഇത് പൂർണ്ണമായി ഇത് വിട്ട് വരാൻ വേണ്ടി ചുമ്മാ രണ്ട് തട്ടുന്നേ ഉള്ളൂ കേട്ടോ. തട്ടി പൊട്ടിച്ച് കളയില്ല. അതിന് ശേഷം ഇത് പൊക്കി മാറ്റുമ്പോൾ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും സാധനം. കണ്ടോ, ഇത് നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധനം. അത് നമ്മളിനി ഇത് പിസ്സ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്കിത് പല പീസുകളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ സാധനം, നമ്മളും ഇഷ്ടപ്പെടും. എന്തായാലും ഇതുണ്ടാക്കിയ ആളെ കൂടെ ഒന്ന് കാണാം. മറ്റാരുമല്ല, ഇദ്ദേഹം തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പിസ്സ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെറുതായിട്ട് പല പീസാക്കി പിന്നെ നമ്മൾ കഴിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ബുദ്ധിമുട്ടെന്നുള്ള കാര്യമല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെയും ദിസ് ഈസ് വിഷ്ണു വലിയേട്ടിൽ സൈനിങ് ഓഫ്. ബൈ ബൈ.